പിണറായിക്ക് തുടർഭരണം ഉണ്ടാകരുത് എന്ന് കേരളത്തിലെ ഒരു നല്ലൊരു വിഭാഗം ആഗ്രഹിച്ചു നിൽക്കുകയാണ്. CPM-ന് വേണമെങ്കിൽ ആകാം, പിണറായിക്ക് തുടർഭരണം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മൂന്നാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പാടില്ല എന്ന്. നമുക്കറിയാം, 2016 അധികാരത്തിൽ വന്ന് ആ കാലഘട്ടം ആദ്യത്തേത് അവസാനിക്കുന്നതിന് മുമ്പായി ശബരിമല യുവതീ പ്രവേശം ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കി ഇറങ്ങാൻ തുടങ്ങുമ്പോഴും ശബരിമലയിൽ വന്നു നിൽക്കുകയാണ്. ഇതാണ് സ്ത്രീകളെ തന്നെ ഏറ്റവും കൂടുതൽ അരിശം കൊള്ളിച്ചിട്ടുള്ള കാര്യം. ഈ അവസരത്തിൽ പിണറായി വിജയൻ തന്നെ മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഇവരൊക്കെ തന്നെ വല്ലാതെ നമ്മളോട് അരിശമുണ്ടാവുകയും ചെയ്യും. കാരണം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളായി പിണറായിയെ ചിത്രീകരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനിയും ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എങ്ങനെ തന്നെ വെറുക്കുന്നവരെ കൂട്ടിച്ചേർക്കാം, ചേർത്ത് നിർത്താം എന്നുള്ളതാണ് പിണറായി വിജയൻ ആലോചിക്കുന്നത്. കേരളത്തിലെ 68 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോകുന്നു. ആ ക്ഷേമ പെൻഷൻ തുക 1600-ൽ നിന്ന് 2000 ആക്കാൻ പോകുന്നു. ഇത് 1600-ൽ നിന്ന് 2000 ആക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ അത് കൈകളിൽ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെയാണ് ഉന്നം വയ്ക്കുന്നത്. 2500-ൽ എത്തിക്കും. 2016 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് ക്ഷേമ പെൻഷൻ വിഹിതം കൂട്ടും, കേരളത്തിലെ വിലക്കയറ്റം തടയും എന്നൊക്കെ. വിലക്കയറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ചോദ്യം അങ്ങോട്ടേക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി സപ്ലൈകോയിലൂടെ നൽകുന്ന 13 ഇനം സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ വിഹിതം കൂട്ടും എന്ന് പറഞ്ഞവർ പിന്നീട് 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കൂട്ടാൻ തീർച്ചപ്പെടുത്തുന്നത്. അത് 2500-ൽ എത്തിക്കുന്നത്. 2500-ൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൃത്യസമയം വരെ നൽകും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരധികാരത്തിൽ വരികയാണെങ്കിൽ ആ ക്ഷേമ പെൻഷൻ കുടിശ്ശികയോടുകൂടി അങ്ങനെ കിടക്കും. ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിലോ അവർക്കും കൊടുക്കാൻ ഖജനാവിൽ പണമുണ്ടാകില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് DA ഒക്കെ കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ പുതിയ ശമ്പള കമ്മീഷനും വരികയാണ്. അത് LDF ഉള്ളപ്പോഴും UDF ആയാലും ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്തിന് മുമ്പ്, അതായത് 5 വർഷത്തിലൊരിക്കൽ ഈ ശമ്പള കമ്മീഷൻ വരും. അവരിറങ്ങുന്നതിന് മുമ്പ് തന്നെ പുതിയ സ്കെയിലും പ്രാബല്യത്തിൽ എത്തിക്കുക, ഇതാണ് ലക്ഷ്യം. അതിലൂടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ മുഴുവൻ പാട്ടിലാക്കാൻ കഴിയും. ഈ ദേഹമനങ്ങാതെ വിയർക്കാതെ ശമ്പളം പറ്റുന്ന കേരളത്തിലെ ഒരു വിഭാഗമാണ് ഈ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ തിന്ന് മേഞ്ഞിങ്ങനെ നടക്കുകയാണ്, അമ്പലക്കാളകളെ പോലെ. അല്ലാതെ ഈ 2016 അധികാരമേറ്റപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ ഇവിടം ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നു എന്നൊക്കെ. അതൊക്കെ പിന്നീട് കേരളത്തിലെ ജനങ്ങളെ നോക്കി പരിഹസിക്കുകയല്ലായിരുന്നോ ചെയ്തത് ഈ സർക്കാർ ജീവനക്കാരൊക്കെ തന്നെ? അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ശമ്പള കമ്മീഷൻ വരുന്നു. കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധർ എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് ശമ്പള കമ്മീഷൻ 10 വർഷത്തിൽ ഒരിക്കലാക്കുക. കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്നത്. 5 വർഷം തോറും കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഖജനാവ് ശൂന്യമാകും. നിങ്ങളെല്ലാം
തെരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ടാണ് ഈ കാര്യത്തിലേക്ക് പോകുന്നത്. അടുത്ത തവണയും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പിണറായി വിജയൻ മൂന്നാം വട്ടവും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എന്തും നേരിടും, ഏത് തരത്തിലുള്ള തന്ത്രവും ആവിഷ്കരിക്കും. അതുകൊണ്ടാണല്ലോ അയ്യപ്പൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയത്. അതോടുകൂടി മറ്റ് പല കഥകളുടെയും ചുരുളഴിഞ്ഞു. ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഹിന്ദു വോട്ടുകൾ മുഴുവൻ എങ്ങനെ സമാഹരിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ പല വഴികളിൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നോക്കിക്കോ, മരുമകനെ കൊണ്ട് കേരളത്തിലുള്ള സകല റോഡുകളും ഇപ്പോൾ ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു പൂശൽ മാത്രമാണ്. താൽക്കാലികമായിട്ട് റോഡ് നന്നാകുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സും ഒന്ന് സന്തോഷിക്കും. ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നതും ആ വിഷയത്തിലാണ്. അപ്പോൾ മന്ത്രി റിയാസ് ഇപ്പം നോക്കിക്കോ, റോഡുകളെല്ലാം ശരിയാക്കി കൊണ്ടുവരികയും ചെയ്യും. സപ്ലൈകോയിൽ ആവശ്യത്തിലധികം സാധനങ്ങളും നിരക്കും. പോരെ, ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്ന് പറഞ്ഞാൽ അത് അധികമാകില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇതെല്ലാം ഉണ്ടാകുമ്പോൾ വീണ്ടും പിണറായി വിജയൻ അനുകൂലമായി മാറും. BJPയുമായിട്ട് പലതരത്തിലുള്ള അന്തർധാരയിലേക്കും പോകുന്നുണ്ട്. BJP കേരളത്തിൽ കുറഞ്ഞതൊരു 10 സീറ്റെങ്കിലും നേടിയെടുക്കുമെന്നുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ല എന്ന് വരെയാണല്ലോ ഇവിടുത്തെ പല മാധ്യമങ്ങളും പല സർവേ ഫലങ്ങൾ പോലും പുറത്തു വന്നത്. ഫലം വന്നപ്പോൾ എന്താണ്? ഏവരെയും ഞെട്ടിച്ചു. വെറുമൊരു വിജയമല്ല, 76,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ആ ഭൂരിപക്ഷം എന്താ, ചെറുതാണോ? ഇതേപോലെ തന്നെ ആയിരിക്കും 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഒരു 10 സീറ്റ് കുറഞ്ഞത് BJP നേടും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും, തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശ്ശൂരും ഈ 3 ജില്ലകൾ പ്രധാനപ്പെട്ട ഇടങ്ങളാക്കി. അതുപോലെ തന്നെ മറ്റു ചില ഇടങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂര്, കാസർഗോഡ് മഞ്ചേശ്വരത്ത്, ഇങ്ങനെയുള്ളിടത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലും BJPക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മാറും. 26-ൽ BJP 10 സീറ്റോടുകൂടി സഭയിലുണ്ടാകും. UDF ശിഥിലമാകും. മുസ്ലിം ലീഗ് വേറെ വഴികളിലേക്ക് പോകും. ചെറു ഘടകകക്ഷികളൊക്കെ ഇല്ലാതാകും. LDFിലെ ചില ഘടകകക്ഷികളെ CPM തന്നെ അങ്ങ് വിഴുങ്ങും. അവരുടെ സീറ്റ് എടുത്തിട്ട് CPM ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത്. കേരള കോൺഗ്രസുകളുടെ ന്യൂനപക്ഷ വിഭാഗം ഒരുപക്ഷെ NDA മുന്നണി കേരളത്തിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും. ഇതായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വീണ്ടും പിണറായി അധികാരത്തിൽ വരികയും BJP 10 സീറ്റുമായി കേരള നിയമസഭയിൽ വരികയും ചെയ്യും. UDF ശിഥിലമാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.